ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 10 മണി നടുന്നതാണ് കാണിക്കുന്നത്. 10 മണിയിൽ നന്നായി ഫ്ലവേഴ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഇതുപോലെ നല്ല ലഷായി വളരാൻ വേണ്ടിയിട്ടും ഞാൻ എങ്ങനെയാണ് 10 മണി ചെടികൾ നടുന്നതെന്നാണ് കാണിക്കുന്നത്. 10 മണി നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം പോട്ടി മിക്സ് തയ്യാറാക്കാം. പോട്ടി മിക്സ് ആയിട്ട് മണ്ണും മണലും ചാണകപ്പൊടിയും ഒരേ അളവിലാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. നടാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം നല്ല രീതിയിൽ വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഹോളൊക്കെ ഇട്ടിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നിറച്ച് കൊടുക്കണ്ട, ഈ ഒരു അളവിൽ നിറച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ 2 പാത്രത്തിൽ ഈ ഒരു പോട്ടി മിക്സ് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നനച്ച് കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നനച്ച് കൊടുക്കുക. നടാൻ വേണ്ടിയിട്ടുള്ള കട്ടിങ്സ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ടിങ്സാണ് നമ്മൾ നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നട്ട് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരു കമ്പ് എടുത്തതിന് ശേഷം കുറച്ച് ഹോൾസ് ഇതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ കട്ടിങ്സ് എടുത്ത് ഇതേപോലെ ഇങ്ങനെ നട്ട് കൊടുക്കുക. ഇപ്പോൾ 2 പാത്രത്തിൽ ഇതേപോലെ നട്ടെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ചെടി നട്ടതുകൊണ്ട് ഇനി നനച്ച് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ നട്ടിട്ട് വളർന്നു വന്നിട്ടുള്ള കുറച്ച് ചെടികളാണ് ഞാൻ കാണിക്കുന്നത്. ഈ ചെടികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ തണ്ടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ടുകളാണ്. അതേപോലെ ഈ ചെടികളിൽ മുട്ടുകളും വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നും പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ 10 മണി നടാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്